യെസ്, അപ്പൊ നമ്മൾ എസ്സേ പാർട്ടിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് നമ്മളെ ഇൻഡെക്സ് നമ്പേഴ്സ് അല്ലെ, ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ആണ്. സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എസ്സേ പാർട്ടിൽ തന്നെ. അപ്പൊ ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ എന്നായിട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ലാപ്പേഴ്സ് കാണണം, പാഷേഴ്സ് കാണണം, എന്നിട്ട് ഫിഷേഴ്സ് കാണാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ഫിഷേഴ്സ് മാത്രമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് ഇസ് ഈക്വൽ ടു നമ്മളുടെ റൂട്ട് ഓഫ് സമ്മേഷൻ P1 Q0 ഡിവൈഡ് ബൈ സമ്മേഷൻ P0 Q0 ഇൻറ്റു സമ്മേഷൻ P1 Q1 ഡിവൈഡ് ബൈ സമ്മേഷൻ P0 Q1 ഇൻറ്റു 100 ആണ്. ഇങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഫിഷേഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് L ഇൻറ്റു P, അതായത് ലാപ്പേഴ്സ് ഇൻറ്റു പാഷേഴ്സ്. അപ്പൊ മോസ്റ്റ്ലി ചോദിക്കാറ് ലാപ്പേഴ്സ് കണ്ടിട്ട് പാഷേഴ്സ് കണ്ടിട്ട് എന്നിട്ട് ഫിഷേഴ്സ് കാണാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് ലാപ്പേറും പാഷയും കണ്ടിട്ട് ഫിഷേഴ്സ് കാണും. സോ ഇവിടെ ഇത് നമ്മളെ ലാപ്പേറിന്റെ ഇക്വേഷൻ ആണ്, ഇത് നമ്മളെ പാഷേഴ്സിന്റെ ഇക്വേഷൻ ആണ്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ P0 Q0 P1 Q1 ഇതൊക്കെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ബേസ് പ്രൈസ് ആണെങ്കിൽ അതിനെ P0 എന്നും, ബേസിന്റെ ക്വാണ്ടിറ്റിയെ Q0 എന്നും, കറണ്ട് പ്രൈസിനെ P1 എന്നും, കറണ്ട് ക്വാണ്ടിറ്റി എന്താണ് Q1, ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത്രയും വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. P0 Q0 കാണണം. എങ്ങനെ? P0 ഇൻറ്റു Q0. അപ്പൊ 2 ഇൻറ്റു 20 40, 4 4s are 16, 1 into 10 10, 5 5s are 25. ഇനി നെക്സ്റ്റ് P0 Q1 ആണെങ്കിലോ ഈ ആളെ കിട്ടും. എവിടെ? 15 into 2 30, 4 into 5 20, 12 into 1 12, 6 into 5 30. സെയിം വേ നമ്മൾ എന്തും കാണണം, P1 Q0 അതേപോലെ തന്നെ P1 Q1. സോ അതായത് കോളംസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് ആൻസേഴ്സ് കിട്ടും. ആൻഡ് ഇതിന്റെ ഒക്കെ എന്താണ് ടോട്ടൽ സം ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ലാപ്പേർ കാണാൻ വേണ്ടി പറഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് ഇക്വേഷൻ ആയിട്ട് വരുന്നത്? ലാപ്പേഴ്സ് ബേസ് ഇയറിനെയാണ് ലാപ്പേഴ്സ് കൺസിഡർ ചെയ്യുന്നത്. സോ L is equal to summation P1 Q0 divided by summation P0 Q0 into 100. So that is equal to എന്ത് വരും? P1 Q0 202 ആണ്, P0 Q0 91 ആണ്. അപ്പൊ 202 divided by 91, 202 divided by 91 into 100, that is equal to 221.98 എന്നാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കുക. ഇനി നെക്സ്റ്റ് പാഷേഴ്സിലേക്ക് വരികയാണെങ്കിലോ സമ്മേഷൻ P1 Q1 ഡിവൈഡ് ബൈ സമ്മേഷൻ P0 Q1 into 100 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു P1 Q1 199 ആണ്, ആൻഡ് P0 Q1 92 ആണ്. സോ 199 divided by 92 into 100, that is equal to 216.3 ആണ്. ഇനി ലാസ്റ്റ് നമ്മളെ ഫിഷേഴ്സ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ എന്താണ് ഇക്വേഷൻ? സ്ക്വയർ റൂട്ട് ഓഫ് L ഇൻറ്റു P ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് L ഇവിടെ തന്നിട്ടുണ്ട്, P ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഒരു കേസിൽ ഇൻറ്റു 100 എന്ന് പറഞ്ഞ് ഇനിയും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നമ്മളിവിടെ ഇൻറ്റു 100 വെച്ചിട്ടാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്ത് വരും? 221 into 98 into 216.3, that is equal to 219.12. ഇതാണ് നമ്മളെ ഫിഷേഴ്സ് പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഫിഷേഴ്സ് ഇൻഡെക്സിന് എന്തും കൂടെ പറയാറുണ്ട്, ഐഡിയൽ ഇൻഡെക്സ് നമ്പർ ആണ് എന്നും കൂടെ നമ്മൾ പറയാറുണ്ട്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ ജസ്റ്റ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ് കണ്ടത്? കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ ഇവിടെ എന്ത് വരും? R is equal to n summation xy minus summation x summation y divided by root of n summation x square minus summation x the whole square into root of n summation y square minus summation y the whole square. ഇവിടെ n നമുക്ക് അറിയാം. എങ്ങനെയാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത്? 1 2 3 4 5 6 7 7 ആൾക്കാരാണുള്ളത്. ഇനി എന്തൊക്കെ വേണം? സമേഷൻ എക്സ് വേണം, സമേഷൻ വൈ വേണം, സമേഷൻ എക്സ് വൈ വേണം, സമേഷൻ എക്സ് സ്ക്വയർ വേണം, സമേഷൻ വൈ സ്ക്വയർ വേണം. ഇങ്ങനെ 5 ആൾക്കാരാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. സോ ഈ 5 ആൾക്കാരും കൂടെ ഉള്ളതാ ഇങ്ങനെ ടേബിളാണ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. എക്സ് വൈ ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? എക്സ് വൈ കിട്ടും. സോ ഇവിടെ 5 3s are 15, 6 4s are 24. ഇങ്ങനെ എന്താണ് എക്സ് വൈന്റെ വാല്യൂസ് കിട്ടും. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഓരോ വാല്യൂസിന്റെയും സ്ക്വയർ. 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16. ഇങ്ങനെ എന്താണ് എക്സ് സ്ക്വയറിന്റെ വാല്യൂസ് കിട്ടും. അത് കഴിഞ്ഞാൽ എന്താണ് നെക്സ്റ്റ്? വൈ സ്ക്വയർ.
അപ്പോൾ 4 സ്ക്വയർ എന്നാണ് 16 ആണ്, 5 സ്ക്വയർ 25 ആണ്. ഇങ്ങനെ y സ്ക്വയറിന്റെ വാല്യൂസും നമുക്ക് ഫുള്ളായിട്ട് കിട്ടുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്തു സം എടുത്തു, നേരെ ഇക്വേഷനിലേക്ക് കൊടുക്കാം. r is equal to n എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് 7 ആണ്, 7 into സമ്മേഷൻ xy ആണ് നെക്സ്റ്റ് വരുന്നത് അല്ലെ. അപ്പൊ സമ്മേഷൻ xy എന്ന് പറഞ്ഞാൽ എന്താണ് 270 ആണ്. അപ്പൊ ഇവിടെ 270 മൈനസ് പിന്നെ എന്താണ് സമ്മേഷൻ x സമ്മേഷൻ y. അപ്പൊ സമ്മേഷൻ x 35 ആണ്, സമ്മേഷൻ y 49 ആണ്. സോ 35 into 49 divided by root of 7 into summation x square minus summation x the whole square. അപ്പൊ summation x square എന്ന് പറഞ്ഞാൽ എത്ര 203 ആണ്, summation x 35 ആണ്. സോ 203 into 203 minus 35 square root of 7 into summation y square 371 ആണ്, 371 മൈനസ് പിന്നെ എന്താണ് സമ്മേഷൻ y ദി ഹോൾ സ്ക്വയർ ആണ്. സമ്മേഷൻ y എന്താണ് 49 ആണ്, അതിന്റെ സ്ക്വയർ ആണ് ആവശ്യമായിട്ടുള്ളത്. സോ 49 സ്ക്വയർ. സോ തെറ്റിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, സോ തെറ്റിപ്പോരുതല്ലോ, അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ആദ്യത്തെ സെറ്റ് നമ്മളെ ന്യൂമറേറ്ററിലുള്ള ആളെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാണ്. കാൽക്കുലേറ്റ് ചെയ്താൽ അവിടെ ആൻസർ ആയിട്ട് വരുന്നത് 175 എന്ന് കിട്ടും. ഈ ഒരു ടേം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്തത് ഈ സ്ക്വയർ റൂട്ടിനകത്തുള്ള ആളെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 196 എന്ന് കിട്ടും. മറ്റേ സ്ക്വയർ റൂട്ട് ഇതും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തന്നെയാണ് 196 തന്നെയാണ് കിട്ടുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു 175 ഡിവൈഡ് ബൈ 196. അടുത്ത ആളെ കാൽക്കുലേറ്റ് ചെയ്താൽ അങ്ങനെയാണ് കിട്ടുന്നുണ്ടായിരിക്കുക. സോ ദിസ് ഇസ് ഈക്വൽ ടു 0.89 എന്നാണ് ആൻസർ ആയിട്ട് കിട്ടുക. ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് 0ന്റെയും 1ന്റെയും ഇടയിലാണ്. സോ ഇത് എന്താണ്, എന്ത് ടൈപ്പ് കോറിലേഷൻ ആണ് ഫോളോ ചെയ്യുന്നത്? പോസിറ്റീവ് കോറിലേഷൻ ആണ് ഫോളോ ചെയ്യുന്നത് എന്നും കൂടെ നമുക്ക് ഇവിടെ പറയാൻ വേണ്ടി പറ്റും. സോ ഇതിന്റെ റേഞ്ച് നോക്കിയിട്ട് നമ്മൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, പെർഫെക്റ്റ് പോസിറ്റീവ് ആണോ പെർഫെക്റ്റ് നെഗറ്റീവ് ആണോ, ഈ കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതും കൂടെ നിങ്ങളൊന്ന് എഴുതി കഴിഞ്ഞാൽ സെറ്റ്, ആൻസർ സെറ്റായി. ഇനി നെക്സ്റ്റ് നമുക്ക് 3 ഇയർലി മൂവിങ് ആവറേജ് അല്ലെങ്കിൽ 4 ഇയർലി മൂവിങ് ആവറേജ്, ഇതും വലിയ മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ k എന്ന് പറഞ്ഞാൽ എന്താണ് 3 ആണ് എന്ന് തന്നിട്ടുണ്ട്. എത്രയാണ് നമ്മുടെ മൂവിങ് ആവറേജ്, എത്ര വെച്ചിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇനി എത്ര ആൾക്കാരുണ്ട് ഇവിടെ, n എന്ന് പറഞ്ഞാൽ എത്ര വർഷങ്ങൾ വന്നിട്ടുണ്ട് 1 2 3 4 5 6 7 8. അപ്പൊ എത്ര വർഷം? 8 വർഷം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മൂവിങ് ആവറേജസ്, എത്ര ആവറേജ് വാല്യൂസ് നമുക്ക് കിട്ടും? that is equal to എന്ത് വരും? n minus k plus 1 ആണ്. കാരണം എന്താണ്? k is odd number. ഇനി k ഈവൺ നമ്പർ ആയിരുന്നെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് n minus k എന്ന് മാത്രമേ ഉണ്ടാവുള്ളായിരുന്നു. ഇപ്പൊ k എന്താണ്? ഓഡ് നമ്പർ ആണ്. അതുകൊണ്ട് എന്താണ്? n minus k plus 1 ആണ് നമ്മൾ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ n എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 minus 3 plus 1 that is equal to 5 plus 1 that is equal to 6. അപ്പൊ 6 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. എത്ര? 6 മൂവിങ് ആവറേജസ് നമുക്ക് ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി ആദ്യത്തെ കോളം എന്ന് പറയുന്നത് ഇയർ ആണ്, രണ്ടാമത്തെ കോളം എന്താണ്? സെയിൽസ് ആണ്, മൂന്നാമത്തെ കോളം എന്ന് പറയുന്നത് 3 ഇയർലി മൂവിങ് ടോട്ടൽ, നാലാമത്തെ കോളം എന്ന് പറയുന്നത് 3 ഇയർലി മൂവിങ് ആവറേജും ആയിരിക്കും. അപ്പൊ ഇത് ഈ ആദ്യത്തെ 3 ആൾക്കാരെ ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയിട്ട് വരുന്നത് 55 plus 56 plus 55, ആൻസർ ആയിട്ട് വരുന്നത് 166 എന്ന് കിട്ടും. ഇനി അതിന്റെ തന്നെ ആവറേജ് 166 by 3 ചെയ്ത് കഴിഞ്ഞാലാണ് എന്ത് കിട്ടുന്നത്? 55.33 എന്ന് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത 3 ആൾക്കാരെ എടുക്കാം, അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 169, ആവറേജ് എന്ന് പറഞ്ഞാൽ 56.33. ഇങ്ങനെയാണ് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 5 6 6 മൂവിങ് ആവറേജസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കാണാം ആദ്യത്തെ ഒരാൾക്കും ലാസ്റ്റത്തെ ഒരാൾക്കും എന്താണ് വാല്യൂ ഉണ്ടായിരിക്കില്ല. കാരണം എന്താണ്, നമ്മൾ ഇതിന്റെ മിഡ് വാല്യൂയിലാണ്, മിഡ് പോയിന്റിലാണ് നമ്മൾ ഈ വാല്യൂസ് എഴുതുന്നത്. ഇങ്ങനെയാണ് 3 ഇയർലി മൂവിങ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി 4 ഇയർലി ആണെങ്കിലും ഒരു അഞ്ചാമത്തെ കോളം കൂടി ഉണ്ടായിരിക്കും. എന്താണ്? 3 ഇയർലി മൂവിങ് ആവറേജ് കഴിഞ്ഞതിന് ശേഷം ഇവിടെയാണെങ്കിൽ 4 ഇയർലി മൂവിങ് ടോട്ടൽ, 4 ഇയർലി മൂവിങ് ആവറേജ്, 4 ഇയർലി മൂവിങ് ആവറേജ് സെന്റേർഡ് എന്ന് പറഞ്ഞിട്ട് ഒരാളും കൂടി ഉണ്ടായിരിക്കും. അങ്ങനെയാണ് എന്ത് ഈവൺ നമ്പേഴ്സ് വരുന്ന കേസിൽ ഒരു അഞ്ചാമത്തെ കോളം കൂടെ നമുക്ക് ഉണ്ടായിരിക്കും കേട്ടോ. ഇനി നെക്സ്റ്റ് പിന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ചില സമയത്ത് നമ്മളോട് വരയ്ക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ മോസ്റ്റ്ലി ചോദിക്കാറ് അതിന്റെ കൺട്രോൾ ലിമിറ്റ്സ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അപ്പർ കൺട്രോൾ ലിമിറ്റ് എന്താണ്, ലോവർ കൺട്രോൾ ലിമിറ്റ് എന്താണ്, സെന്റർ ലൈൻ എന്താണ്, ഈ മൂന്നിന്റെയും ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഫസ്റ്റ് നമ്മളെ സെന്റർ ലൈനിന്റെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ, നമ്മളുടെ സെന്റർ ലൈനിന്റെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ അത് എക്സ് ഡബിൾ ബാർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ബാർ ഡിവൈഡ് ബൈ എം ആണ്. ഇവിടെ എം എന്ന് പറഞ്ഞാൽ എത്ര സാമ്പിൾസ് ആണുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്,
10 സാമ്പിൾസ് ഉണ്ട്. അപ്പൊ എം എന്താണ് 10 ആണ്. ഇനി സാമ്പിളിന്റെ സൈസ് ആണ് n എന്ന് പറഞ്ഞാൽ അതെന്താണ് 5 ആണ് വരുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇവിടെ എന്താണ് എക്സ് ബാറുകൾ തന്നിട്ടുണ്ട്. ഇതിന്റെ എല്ലാത്തിനും കൂടെ ടോട്ടലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ എന്ത് വരും? 35 plus 34 plus 31 32 plus 31 plus എക്സെട്രാ. ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്ത് ലാസ്റ്റ് എത്രയാണ്? 35 plus 32. ഇങ്ങനെ എല്ലാ വാല്യൂസും കൂടെ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ എം എത്രയാണ് വരുന്നത്? 10 ആണ് വരുന്നത്. എമ്മിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 10 ആണ് വരുന്നത്. സോ ഇവരെല്ലാവരും കൂടെ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 335 ഡിവൈഡഡ് ബൈ 10. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 33.5 ആയിരിക്കും. സോ നമുക്ക് എന്ത് കിട്ടി? സെന്റർ ലൈൻ എക്സ് ഡബിൾ ബാർ എന്താണെന്ന് കിട്ടി? അത് 33.5 ആണെന്ന് കിട്ടി. ഇനി നമുക്കൊരു ആർ ബാർ ആവശ്യമുണ്ട്, എന്നാലും മാത്രമേ അപ്പർ കൺട്രോൾ ലിമിറ്റും ലോവർ കൺട്രോൾ ലിമിറ്റും കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ആർ ബാർ നോക്കി കഴിഞ്ഞാൽ ആർ ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ആർ ബൈ എം ആണ്. സോ ആറിന്റെ വാല്യൂസ് എന്താ ഇവിടെ തന്നിട്ടുണ്ട്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ 3 + 4 + 4 + 3 + 4 + 4 + എക്സെട്രാ പ്ലസ് ലാസ്റ്റ് എന്താ വരുന്നത്? 7 8. അപ്പൊ എല്ലാ വാല്യൂസും നമ്മൾ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 10. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് 48 എന്നാണ്. സോ 48 ബൈ 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 4.8 എന്നാണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇനി നമ്മൾ അപ്പർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഡബിൾ ബാർ പ്ലസ് A2 ആർ ബാർ ആണ്. ആൻഡ് ലോവർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഡബിൾ ബാർ മൈനസ് A2 ആർ ബാർ. ഇതാണ് നമ്മൾ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിൽ എക്സ് ഡബിൾ ബാർ കിട്ടിയിട്ടുണ്ട്, ആർ ബാർ കിട്ടിയിട്ടുണ്ട്, A2 നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. A2ന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് നമ്മളെ സാമ്പിൾ സൈസിനെയാണ്. സാമ്പിൾ സൈസ് 5 ആവുന്ന കേസിലാണ് ഇത് A2 ആയിട്ട് കിട്ടുന്നത്. ഇനി ചിലപ്പോൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ 10 എന്ന് വേണമെങ്കിൽ തന്നിച്ചൊരു A2 തരാം, അല്ലെങ്കിൽ 4 തന്നിച്ചൊരു A2 തരാം. അപ്പൊ അങ്ങനെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, സാമ്പിൾ സൈസ് എത്രയാണോ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള A2 5 ആണെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിനോട് കൂടെ നിൽക്കുന്ന A2 കോൺസ്റ്റന്റ് വാല്യൂ എന്താണെന്ന് നോക്കുക. അതാണ് എന്ത് നമ്മളെ A2ന്റെ വാല്യൂ എന്ന് പറയുന്നത്. എത്രയാണ്? 0.577 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു എക്സ് ഡബിൾ ബാർ എന്ന് പറഞ്ഞാൽ എന്താ? 33.5 ആണ്. സോ 33.5 പ്ലസ് 0.577 ഇൻറ്റു ആർ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? 4.8 ആണ്. സോ 4.8 ആണ്. And this is equal to 33.5 minus 0.577 into 4.8 ആണ്. So this is equal to 33.5 plus ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയിട്ട് വരുന്നത് 2.77 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 36.27 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ ഇവിടെ 33.5 മൈനസ് ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ എന്താണ് കിട്ടുക നമുക്കറിയാം. എത്രയാണ്? 2.77 ആണ്. അപ്പൊ ഇവിടെ 2.77 ദാറ്റ് ഈസ് ഈക്വൽ ടു 30.73 എന്നാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കുക. ആൻഡ് ഇത് വെച്ചിട്ട് നമുക്കിത് അണ്ടർ കൺട്രോൾ ആണോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് കൺട്രോൾ ആണോ എന്ന് പറയാൻ വേണ്ടി പറ്റും. മോസ്റ്റ്ലി അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്, അല്ലെങ്കിൽ ഇത് വരയ്ക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് അണ്ടർ കൺട്രോൾ ആണോ ഔട്ട് ഓഫ് കൺട്രോൾ ആണെന്ന് എങ്ങനെ പറയാം? ലോവർ കൺട്രോളിലും വരും നോക്കുക. 30.73. അപ്പൊ 30ന്റെ താഴെ, അതായത് ഇപ്പൊ 28 എന്നോ 29 എന്നോ ഇനി വേണ്ട 30 എന്നുള്ള വാല്യൂ എങ്കിലും വരുന്നുണ്ടോ നോക്കുക. കാരണം എന്താ? 30.73 എന്ന് പറഞ്ഞാൽ എന്താണ്? 30നെക്കാളും കുറച്ച് എന്താണ് കൂടുതലുണ്ട്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ 30 എന്നുള്ളൊരു വാല്യൂ ഇല്ല, എല്ലാവരും അതിന്റെ മുകളിലാണ്. സോ ലോവർ ലിമിറ്റ് നമ്മൾ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അപ്പർ ലിമിറ്റ് എന്താണ്? 36.27. അപ്പോൾ 36നെക്കാളും കൂടുതലായിട്ട് മേ ബി 37 എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടോ നമുക്ക് നോക്കാം. 35 അണ്ടർ ആണ്. 34 32 31 35 34 33 34 35 32 എല്ലാവരും എന്താണ്? അപ്പർ ലിമിറ്റിന്റെ അതിന്റെ അകത്ത് തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? അണ്ടർ കൺട്രോൾ ആണ്. Therefore ഈ പ്രോസസ് എന്താണ്? അണ്ടർ കൺട്രോൾ ആണ്, ഔട്ട് ഓഫ് കൺട്രോൾ അല്ല, അണ്ടർ കൺട്രോൾ ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം എന്താ? എല്ലാ വാല്യൂസും, എല്ലാ ആവറേജ് വാല്യൂസും എന്താണ്? ഈ റേഞ്ചിന്റെ അകത്താണ് നിൽക്കുന്നത്. സോ നമുക്ക് ഇത് അണ്ടർ കൺട്രോൾ ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ essay പാർട്ടിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ്. ഈ 4 ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഈ ഒരു മോഡൽ, ഇതിന്റെ ഇക്വേഷൻസ് കാര്യങ്ങൾ ഒക്കെ ഒന്ന് നോക്കി വെക്കുക. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്കിനി ലൈവിൽ കാണാം. അപ്പോൾ ബൈ.